അഷ്ടനാഗങ്ങളിൽ ഉൾപ്പെട്ട യമുനാനദിയിൽ ജീവിച്ചിരുന്ന ഉഗ്രവിഷമുള്ള നാഗമാണ് കാളിയൻ. താൻ താമസിച്ചിരുന്ന യമുനാനദിയെ വിഷമയമാക്കുകയും പിന്നീട് ഭഗവാൻ കൃഷ്ണൻ തലയിൽ നൃത്തം ചവിട്ടുകയും അങ്ങനെ തന്റെ അഹങ്കാരം ശമിച്ച് യമുനാനദി വിട്ടുപോവുകയും ചെയ്ത നാഗമാണ്. ഇതിനെക്കുറിച്ച് ഭാഗവത പുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ബ്രഹ്മാവിന്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപൻ കദ്രു എന്ന ഭാര്യയിൽ കാളിയൻ ജനിച്ചു. കാളിയൻ 1000 തലകൾ ഉണ്ടായിരുന്നതായി ഭാഗവതം ദശമസ്കന്ധത്തിൽ കാണുന്നു. വിനതയും കദ്രുവും കശ്യപന്റെ ഭാര്യമാരായിരുന്നു. വിനതയ്ക്ക് ഗരുഡനും കദ്രുവിന് നാഗങ്ങളും ജനിച്ചു. വിനത ഒരു പന്തയത്തിൽ കദ്രുവിനോട് തോൽക്കുകയും കദ്രുവിന്റെ ദാസി ആയി തീരുകയും ചെയ്തു. ഗരുഡൻ ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുവന്ന് നാഗങ്ങൾക്ക് കൊടുത്ത് അമ്മയുടെ ദാസ്യമൊഴിച്ചു. എങ്കിലും അന്നു മുതൽ ഗരുഡനും നാഗങ്ങളും പരസ്പര വിരോധികൾ ആയിത്തീർന്നു. ഗരുഡൻ സൗകര്യം കിട്ടുമ്പോഴൊക്കെ നാഗങ്ങളെ കൊത്തി തിന്നുവാൻ തുടങ്ങി. നാഗങ്ങൾക്ക് സ്വൈര്യം ഇല്ലാതായി. അഷ്ടമിയിലും ചതുർദശിയിലും കറുത്ത വാവിലും വെളുത്ത വാവിലും തങ്ങൾക്ക് കിട്ടുന്ന ബലിയിലെ ഹവിസ് ഗരുഡൻ കൊടുക്കാമെന്ന് നാഗങ്ങൾ സമ്മതിച്ചു. ഗരുഡനും സംതൃപ്തനായി. പക്ഷേ കാളിയൻ മാത്രം ഈ ഉടമ്പടിക്ക് വഴങ്ങിയില്ല. മാത്രമല്ല, അവൻ ഗരുഡനെ കളിയാക്കുകയും അപഹസിക്കുകയും ചെയ്തു. ഗരുഡന്റെ ആക്രമണം കൊണ്ട് കാളിയനും കുടുംബാംഗങ്ങളും വളരെ കഷ്ടപ്പെട്ടു. അവർ അതിനുശേഷം ഗരുഡനെ ഭയപ്പെട്ട് കാളിന്തി നദിയുടെ ഒരു പ്രത്യേക സ്ഥാനത്ത് വന്നു താമസം തുടങ്ങി. ഗരുഡൻ കാളിന്തി നദിയിൽ വന്നാൽ തലപൊട്ടി ചാകും എന്ന സൗരഭി മുനിയുടെ ശാപം ഉള്ളതുകൊണ്ട് കാളിന്തിയിൽ ഗരുഡൻ പ്രവേശിക്കാതെയായി. കാളിയന്റെ വിഷം ഏറ്റു. കാളിന്തി നദിയുടെ പരിസരങ്ങളിലെ വൃക്ഷലതാദികൾ കരിഞ്ഞുണങ്ങി. ജലം വിഷസങ്കലിതമായി. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനും കൂട്ടരും കാലി മേച്ചു കാളിന്തി തീരത്തു വന്നു. കന്നുകാലികളും ഗോപഗണങ്ങളും കാളിന്തിയിലെ ജലം കുടിച്ച് മരിച്ചു വീണു. ഭഗവാൻ നദീതീരത്ത് നിന്ന ഒരു കടമ്പു മരത്തിൽ കയറി നദിയിലേക്ക് കുതിച്ചു ചാടി. ക്രുദ്ധനായി പാഞ്ഞു വന്ന കാളിയന്റെ തലകളിൽ കയറി നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നൃത്തം ചെയ്തു. കാളിയൻ രക്തം ഛർദ്ദിക്കുകയും ഭഗവാനെ വണങ്ങുകയും ചെയ്തു. കാളിയന്റെ ഭാര്യമാരും കുട്ടികളും എല്ലാം വന്നു ഭഗവാനെ സ്തുതിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ എല്ലാം രമണക ദ്വീപിലേക്ക് പറഞ്ഞയച്ചു. ഭഗവാന്റെ പാദമുദ്ര ശിരസിൽ കണ്ടാൽ ഗരുഡൻ കാളിയനെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പും കൊടുത്തു. അതനുസരിച്ച് കാളിയനും കുടുംബവും രമണക ദ്വീപിൽ താമസം തുടങ്ങി.